ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അത് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രീം ക്യാഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമ്മുടെ 50 റുപ്പീസിന് താഴെ പ്രൈസ് വന്നിട്ടുള്ള ഒരു ഡ്രീം ക്യാഷറാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു റേറ്റിലുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫെദർ വേണം, അതിന് വേണ്ടിയിട്ടുള്ള നൂല് വേണം, പിന്നെ ഒരു സർക്കിൾ വേണം, കുറച്ച് ബീഡ്സ് വേണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വന്നിട്ട് നമുക്ക് ഈ നൂലുണ്ടെങ്കിൽ നൂലെടുത്തിട്ട് നമുക്ക് ആ സർക്കിളിനൊന്ന് ചുറ്റി കൊടുക്കാം. നൂലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 കളറിലുള്ള എടുക്കുക, ഒരേ രീതിയിലുള്ള 2 കളറിലെടുക്കുക. അപ്പോൾ ഞാൻ ലൈറ്റ് റോസും അതായത് പിങ്കും നല്ല കടും റോസും ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒരു കളർ വേരിയൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ നൂലെടുത്ത് സർക്കിളിനകത്ത് ചുറ്റാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ചുറ്റാൻ നോക്കുക. അപ്പം കുറച്ചും കൂടെ ഒരു വേഗത്തിൽ നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പം നമ്മൾ ആ നൂലൊന്ന് കെട്ടി കൊടുക്കുമ്പോൾ കുറച്ച് പശ തേക്കാൻ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ അത് നമ്മളോടൊപ്പം തന്നെ ചുറ്റുന്ന സമയത്ത് കൂടെ ഇങ്ങി വരും. അതുകൊണ്ടാണ് കുറച്ച് പശ തേക്കുക. അപ്പം ഞാൻ എടുത്തേക്കുന്ന പശ വന്നിട്ട് ഫെവി ബോണ്ടിൻ്റെ ആണ്. കുറച്ചും കൂടെ നല്ല പശ വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് അതൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിത് മൊത്തം ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഉള്ള നൂലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നെറ്റ് തുന്നിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം കളർ തന്നെയായിട്ടുള്ള നൂലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് വന്നിട്ട് നമ്മൾ ചെറിയ സൂചി ഉണ്ടാവില്ലേ, അത് കൊരുത്തിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ അറ്റം മടക്കി വെച്ചിട്ട് ഒന്ന് പശ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മറ്റേ അറ്റം വന്നിട്ട് നമ്മുടെ സർക്കിളിന് ഒന്ന് കെട്ടി വെച്ചിട്ട് അതിനും ചെറിയൊന്ന് പശ തേച്ച് കൊടുത്ത് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നെറ്റ് തുന്നിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് ഇതുപോലെ എടുക്കാം. നിങ്ങൾക്ക് ആ ഒരു കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് അളവിന് ചെറിയ ഹോളാണ് നമ്മളത് തുന്നിയെടുക്കാൻ പോകുന്നത്. ചെറിയ നെറ്റാണ് തുന്നിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പം ചെയ്യുന്നത് ആ ഒരു നമ്മുടെ വിരലിൻ്റെ ആ ഒരു അളവിനാണ് ഞാൻ അതിങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ തുന്നിയെടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളും തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തുന്നാം. നമ്മൾ ഫസ്റ്റ് ലെയർ തുന്നിയ ഏകദേശം ആ ഒരു ഇതുപോലാണ്. പക്ഷേ അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ കറക്റ്റായിട്ട് തുന്നിയില്ലെങ്കിൽ ആകെ കുളമാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൂചി ആ ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഒരു ചെറിയ റൗണ്ട് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെയും ഇതൊന്ന് വലിച്ചെടുത്തിട്ട് എത്ര വലിച്ച് ടൈറ്റായിട്ട് കിട്ടുന്നോ അത്രയും നമ്മുടെ ഡ്രീം ക്യാച്ചർ കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കും. അതുപോലെ തന്നെ സെയിം ആ ഒരു രീതി തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ടും ചെയ്തിട്ടുണ്ട്. ആ ഒരു പിങ്ക് ഒരു കടും റോസ് കളറിലുള്ള ഫുള്ളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പിങ്ക് കളർ എടുക്കുക. അത് നൂല് കുറച്ച് മാറ്റി വയ്ക്കുക. അത് പിന്നെ നമുക്ക് ഫെദർ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് നമുക്ക് രണ്ടാമത്തെ ലെയർ അതിൻ്റെ ആ ബാക്കി വന്ന നൂലുണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ തുന്നി ആ നൂലിൻ്റെ ബാക്കിലോട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് കുറച്ച് പശ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യുക. സെയിം നമ്മൾ മറ്റേ രീതിയിൽ തന്നെ ഇതും തുന്നിയെടുക്കുക. അപ്പോൾ
നമ്മൾ പകുതിയും അത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 2 ലെയർ തീരാറാവുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു തുടക്കത്തിൽ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമുക്ക് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഡ്സ് സെയിം അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബീഡ്സ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് കുറച്ച് ഒന്ന് കൈ കൊണ്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മളത് ചുറ്റിയെടുത്തതിന് ശേഷം ആ ബീഡ്സ് അങ്ങ് റിലീസ് ചെയ്യുക. അപ്പം കറക്റ്റ് ആ ഒരു അളവിൽ നിൽക്കും. അപ്പം ഞാൻ 2 ലെയർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ബീഡ്സിൻ്റെ താഴെ മറ്റൊരു ബീഡ്സ് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നോക്കാം. Palm trees waiting for the summer, knowing there's nowhere to go. 'Cause I am happy on this island, wanna be my farmland. I don't ever want to leave, I'm in a tropic club. നമ്മൾ നല്ലോണം അത് 2 ലെയറും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പിന്നെയും ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബീഡ്സിന് ശേഷം പിന്നെയും നൂല് ചുറ്റിയിട്ട് അതുപോലെ നെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇങ്ങനത്തെയും സ്റ്റൈലിൽ ചെയ്യാം. ഇനി നമുക്ക് ഫെദർ കെട്ടുന്നതിന് വേണ്ടിയിട്ട് നൂല് വെക്കാം. നൂല് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ മടക്കിയിട്ടുള്ള 5 നൂലെടുക്കുക. ഇനി നമുക്കിതൊരു അളവിന് കെട്ടി കൊടുക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റത്തെ നൂല് വന്നിട്ട് കിട്ടുന്നത് നമ്മൾ ആ ഒരു ഹാങ് ചെയ്യാൻ കെട്ടിയേക്കുന്ന ആ നൂലിൻ്റെ നേരെ താഴെ വന്നിട്ടുള്ള ഹോളിലാണ് ആദ്യത്തെ നൂല് കിട്ടുന്നത്. പിന്നെ ഒരു 2 ഹോള് വിട്ടിട്ട് അടുത്ത നൂല് കെട്ട് എന്നിട്ട് പിന്നെ 2 ഹോള് വിട്ടിട്ട് അടുത്ത നൂലും കൂടെ കെട്ടിക്കൊടുക്കാം. അങ്ങനെ ഇപ്പുറത്തും അതേപോലെ തന്നെ നമ്മുടെ നൂല് കെട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നൂല് കെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ആ അവസാനം കിട്ടിയ നൂലില്ലേ അത് രണ്ടും കൂടെ പിടിച്ചിട്ട് സെയിം അളവിന് കുറച്ച് നീളം കുറച്ച് മുറിക്കുക. എന്നിട്ട് രണ്ടാമത്തെ നൂല് പിടിച്ചിട്ട് അതിനേക്കാളും കുറച്ചും കൂടി നീളം കൂട്ടി മുറിക്കുക. അങ്ങനെ അവസാനം അങ്ങനെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫെദർ വെക്കാൻ കുറച്ച് രീതിയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതിന് മുന്നേ നമുക്ക് ബീഡ്സ് അതിനകത്തോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫെദർ വന്നിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഫെദറാണെങ്കിൽ അത് ഒരു 3-4 എടുത്തിട്ട് നമ്മൾ പശ തേച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആ നൂലിനകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം വെച്ച് അടിയിലോ മുകളിലായിട്ട് വന്നിട്ട് ഇങ്ങനെ അപ്പുറത്തുമായിട്ട് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു 3-4 ആദ്യമേ എടുത്തിട്ട് കൂട്ടിച്ചേർത്തത് അതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫെദർ വെക്കുകയാണെങ്കിൽ അത് തലതിരിച്ച് വെക്കണം, നേരെ കൊണ്ടുവന്ന് വെക്കരുത്. നമുക്ക് ആ ഒരു വിടർന്ന് നിൽക്കുന്ന ഒരു ഷേപ്പിന് കിട്ടണമെങ്കിൽ നമ്മൾ ഫെദർ കൊണ്ടുവന്ന് തലതിരിച്ച് സ്റ്റിക്ക് ചെയ്താലേ നല്ല അടിപൊളിയായിട്ട് ആ ഒരു വിടർന്ന് നിൽക്കുന്ന രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വേറെ കളർ എടുത്തേക്കുന്ന യെല്ലോ കളറാണ്. യെല്ലോ കളറും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടാവും, ഒരു കളർ വേരിയൻ്റ് ഉണ്ടാവും. അത് നല്ല ഭംഗിയായിട്ട് അത് കിട്ടും. അങ്ങനെ അവസാനത്തെ ആ ഒരു ഫെദർ വെക്കുന്ന സമയത്ത് നമ്മൾ ആ അടിയിലത്തെ ആ നൂലുമായിട്ടൊന്ന് ചുറ്റി കെട്ടിയിട്ടൊന്ന് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പം കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അങ്ങനെ എല്ലാത്തിനകത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും വെക്കാം. ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ നമുക്ക് ആ നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ട്, അല്ലാതെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഡ്രീം ക്യാച്ചറാണ്. നിങ്ങൾക്ക് വിൽക്കാനോ സെയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.